പോകുന്നത് ഫ്ലൈറ്റിലാണ് മമ്മി. ഹലോ ഗൈസ്, ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ്. കാരണം ആദ്യമായിട്ടാണ് എൻ്റെ അമ്മ ഫ്ലൈറ്റിൽ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇതിനു മുമ്പ് എൻ്റെ അമ്മ പോയിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈമാണ്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയുടെ റിയാക്ഷൻസും ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന്. ഞാൻ ഇതേ ഒരു അമ്മയടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്കും എൻ്റെ അനിയത്തിക്കും പിന്നെ എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിനും മാത്രമാണ് ഈ കാര്യം അറിയാവുന്നത്. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്, ചെന്നൈയിലേക്കാണ് ആക്ച്വലി പോകുന്നത്. അപ്പോൾ ട്രെയിനിനാണ് പോകുന്നതെന്നാണ് അമ്മയടുത്ത് ഇതേവരെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഒരു പക്ഷേ മനസ്സിലാവുമായിരിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇതാണ് എൻ്റെ അനിയത്തി. കുറേ മുടിയുണ്ടെന്നേ ഉള്ളൂ തലയിൽ, അല്ലാതെ തലയിലൊന്നുമില്ല. കുറച്ച് ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. സൺസ്ക്രീനാണ് ഗൈസ്, സൺസ്ക്രീൻ തീർന്നു. എങ്കിലും നമ്മൾ അവസാനം വരെ ഉപയോഗിച്ചതിന് ശേഷമേ കളയാവൂ, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സിന് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് ഞാൻ അവസാനം വരെ ഉപയോഗിച്ചിട്ട് ഏതൊരു സാധനവും കളയും. എനിക്ക് കുറേ നാളൊരു രഹസ്യം സൂക്ഷിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടും ഇതേവരെ അത് പൊട്ടിയിട്ടില്ല. ഒന്നുകിൽ ഞാനതിൻ്റെ കൂട്ടുകാരോട് ഡിസ്ക്ലോസ് ചെയ്യും, അവരായിട്ട് എങ്ങനെയെങ്കിലും അവരുടെ വായിൽ നിന്ന് വരും. ഭാഗ്യത്തിൽ ഈ രഹസ്യം ഇതേവരെ പുറത്ത് വന്നിട്ടില്ല. ഇത് പുറത്ത് വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി. എനിക്ക് ചെവിയിൽ നമ്മൾ ഇടണം, പറ്റുമെങ്കിൽ അതിനകത്തേക്ക് കയറിയിരിക്കും. ഇതെൻ്റെ ബ്ലഷാണ് ഗൈസ്. ഇപ്പോൾ ഇവൾ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളുടെ അല്ല, എൻ്റെയാണ്. ഈ കാണുന്നതിൻ്റെ അനിയത്തിയുടെ തലയാണ്. ആരി പൊത്തണ്ട അത്രയും തീർത്തോ. നമ്മൾ ബ്ലഷ് എപ്പോഴും ഇവിടെ ഒരു സ്ഥലത്താണ് ഇടേണ്ടത്. എനിക്കെവിടെയാണ് ചേരുന്നത്. എന്തോ ചായ വരൂ. അവരമ്മ എഴുന്നേറ്റോ? അമ്മ അതാണ് എൻ്റെ അമ്മ. ഇങ്ങനെ ചിരിക്കണം എന്നൊന്നുമില്ല ബ്ലഷ് ഇടുമ്പം, പക്ഷേ എന്തോ എനിക്ക് ചിരിച്ച് കാണാൻ ഒരു ഇഷ്ടമാണ്. കുഴപ്പമില്ല, വേണ്ടി വന്നാൽ കുറച്ചുകൂടി ചുമക്കാൻ ഇച്ചിരി കൂടി ഇടാം. ഇപ്പം നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ തമ്മിൽ എന്തൊരു സ്നേഹമാണെന്നല്ലേ. പക്ഷേ അങ്ങനെയല്ല. ഇത് ഇപ്പം എൻ്റെ അനിയത്തിനെ തെറി വിളിച്ചുകൊണ്ടാണ് പോയത്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണാടിയിലാണ് എൻ്റെ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് തൽക്കാലം നീ ഒന്ന് പുറത്ത് പോയിരിക്കാൻ, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അവളോട് അടിയിട്ടാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം കണ്ണടച്ചു. അതിനുശേഷം എൻ്റെ ലിപ് ലൈനർ ഇട്ടു. പിന്നെ എനിക്ക് അധികം കാർക്കൂന്തലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ള മുടി മര്യാദയ്ക്ക് കെട്ടിവെച്ച് ഒരു തൊപ്പി വയ്ക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സത്യത്തിൽ ഞാനിവിടെ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്ന കാര്യം എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. ഇത് മനുഷ്യനാകെപ്പാടെ നീളമില്ല, അതിൻ്റെ കൂടെ കണ്ണാടി എടുത്ത് വെച്ച്. എൻ്റെ അനിയത്തിക്ക് ഇതൊന്നും കാണാൻ വയ്യേന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് പുറത്തിറങ്ങിപ്പോയി. പക്ഷേ ഞാനെപ്പോഴും കെട്ടിയ തലമുടിയുടെ മുകളിലൂടെ എങ്ങനെ തൊപ്പി വയ്ക്കാം എന്ന് നോക്കുക. തൊപ്പി വയ്ക്കുന്നത് ഒരു ചടങ്ങാണ്, പക്ഷേ എനിക്ക് വെച്ചില്ലെങ്കിൽ പറ്റില്ല. ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് തൊപ്പി വയ്ക്കുമ്പോൾ. അങ്ങനെ കെട്ടിപ്പറക്കി മീരയുടെ വളിച്ച കോമഡിക്ക് ചിരിച്ചുകൊണ്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴും അമ്മയ്ക്ക് അറിയില്ല എയർപോർട്ടിലേക്കാണ് പോകുന്നതെന്ന്. ഇതിലേ കൂടെ കളമശ്ശേരി കയറി പോകാൻ അമ്മ എൻ്റെ കൂടെ കൊച്ചിയിലേക്ക് ഷിഫ്റ്റായിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ പോകാനാണെങ്കിലും ലുലു മോളിൽ പോകാനാണെങ്കിലും ഈ വഴികളൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ ഈ വഴി കൂടെ പോകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇതെന്താ ഈ വഴി പോകുന്നതെന്നൊക്കെ. പല കള്ളത്തരങ്ങൾ പറഞ്ഞ് അവസാനം ഞാൻ എയർപോർട്ടിൽ എത്തിച്ച്. ഇതമ്മ ആലുവയിലമ്മ, ഞാൻ പറഞ്ഞില്ല ഇത് വൈകുന്നേരം ചെയ്യുന്ന സ്പെഷ്യൽ ട്രെയിനാണ്. ഇനി അധിക നേരം എനിക്ക് ആ സർപ്രൈസ് മറച്ചു വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ സർപ്രൈസ് പൊട്ടിക്കുകയാണ്. മമ്മി, നമ്മൾ പോകുന്നത് ഫ്ലൈറ്റിലാണ് മമ്മി. ഇപ്പൊ മമ്മി ബോധം കിട്ടില്ല, ഞാൻ വിശ്വസിക്കത്തില്ല. അതെ മമ്മി ഇതിൽ ഇങ്ങോട്ട് വരുന്നതിന് ട്രെയിൻ ഏതാ കുട്ടികൾ ഇതെല്ലാം വെള്ളത്തിനായി, എല്ലാം വെള്ളത്തിന്. അമ്മയ്ക്ക് അയച്ചു ബാക്കി എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ഹാൻഡ് ബാഗേജ് മാത്രം കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ലഗേജുകളും നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എയർക്രാഫ്റ്റുകളൊക്കെ ഞാൻ 2 പേർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ
സത്യത്തിൽ എൻ്റെ ഡ്യൂട്ടീസ് എന്താണ്, ഞാൻ എയർക്രാഫ്റ്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കൂടിയാണ്. കാരണം പലരും എൻ്റെ അമ്മയെടുത്ത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ ക്യാബിൻ ക്രൂ എന്ന് പറയുന്നതല്ലാതെ എക്സാക്ട്ലി എൻ്റെ ഡ്യൂട്ടീസ് എന്താണെന്ന് അമ്മയ്ക്ക് സത്യത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അതിലെല്ലാം ഉപരി എൻ്റെ അമ്മയ്ക്ക് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫ്ലൈറ്റ് ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ എയർക്രാഫ്റ്റിൽ ബോർഡായി, പിന്നെ സീറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പല പല കാര്യങ്ങളും അമ്മയ്ക്കും അനിയത്തിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ എന്താണ് എൻ്റെ എയർലൈനിൽ ഈ സമയത്ത് ചെയ്യുന്നത്, എൻ്റെ ഡ്യൂട്ടീസ് എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ രണ്ടുപേർക്കും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ലഗേജൊക്കെ ഞാൻ മുകളിൽ വെച്ചു. കഴിവതും നമ്മൾ നമ്മുടെ ലഗേജ് സ്വയം വെക്കാനായി ശ്രമിക്കുക. കാരണം വേറൊന്നുമല്ല, ഒരു എയർക്രാഫ്റ്റിൽ 180 പാസഞ്ചേഴ്സ് ഉണ്ടാവും. ഈ 180 പാസഞ്ചേഴ്സിൻ്റെയും ലഗേജ് ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഡെയിലി 3-4 സെക്ടേഴ്സ് ചെയ്യുന്ന ക്രൂ ഉണ്ട്. ഒരു സെക്ടറിൽ 180 പാസഞ്ചറിന് റഫ്ലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 സെക്ടറിൽ എല്ലാ പാസഞ്ചേഴ്സിൻ്റെയും ലഗേജ് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ക്രൂവിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സംസാരത്തിൻ്റെ ഇടയ്ക്ക് ടേക്ക് ഓഫ് ആയത് അറിഞ്ഞില്ല. എനിക്ക് അമ്മയുടെ കാര്യത്തിൽ ചെറിയൊരു പേടിയുണ്ട്. കാരണം ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയെടുത്ത് പുറത്തേക്ക് നോക്കിക്കോളാൻ പറഞ്ഞ്. പിന്നെ അനിയത്തിയുടെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയ പ്രശ്നമില്ല. കാരണം അവൾ 2-3 പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റിൽ. പക്ഷേ അവളെൻ്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചു ഗൈസ്. ഞാൻ നോക്കിയപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. പേടിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടിട്ട് അമ്മയും ചിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അമ്മയുടെ കാര്യത്തിനെക്കാട്ടിലും കൂടുതൽ ടെൻഷൻ അവളുടെ കാര്യത്തിലാണ്. ഭാഗ്യത്തിന് എന്തെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ടേക്ക് ഓഫായി. പിന്നെ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ക്രൂ നമുക്ക് ഈ ഒരു കുട്ടി ബോക്സ് കേക്കും അതേപോലെ ലെറ്ററും കൊണ്ട് തന്നു. സത്യത്തിൽ ഞങ്ങളത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു. ഈ കേക്ക് കാണാൻ ഒരു ചോക്ലേറ്റി ലുക്കൊക്കെ ഉണ്ടെങ്കിലും അധികം മധുരമൊന്നുമില്ലാത്ത, പക്ഷേ സ്പൈസസ് ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും അമ്മയ്ക്കും അനിയത്തിക്കും ഈ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇതാണ് ആ ലെറ്റർ. $50 minutes ആയിരുന്നു ഫ്ലൈറ്റ് ടൈം. അതിനുശേഷം നമ്മളതേ ലാൻഡ് ആവുകയാണ്. ലാൻഡ് ആകുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പം പ്രത്യേകിച്ച് മമ്മിക്ക് ആ വീടുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നതും ബിൽഡിങ്സൊക്കെ ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിനുശേഷം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും ഈ ലാൻഡിങ്ങിലും ടേക്ക് ഓഫിൻ്റെ സമയത്ത്. ആ ഒരു ഇതും ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമ്മൾ സേഫായിട്ട് ദേ ലാൻഡായി. ചെന്നൈയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ബാഗും പറക്കി അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. അമ്മ സത്യത്തിൽ മലയാളിയാണ്. ജനിച്ചതൊക്കെ ഷൂർനാടാണെങ്കിലും അമ്മയുടെ സിബ്ലിങ്സും എല്ലാവരും സെറ്റിൽഡ് ആയിരിക്കുന്നത് ചെന്നൈയിലാണ്. അവരുടെ മക്കൾ അങ്ങനെ ഒരു ജനറേഷൻ തന്നെ, ഒരു ജനറേഷനൊന്നുമല്ല, ഒരു 3 ജനറേഷനെങ്കിലും കുറഞ്ഞത് അവിടെ ഉണ്ടാവും. സോ ഞാൻ വിചാരിച്ച പ്രാവശ്യം അവരെയൊക്കെ കൊണ്ട് കാണിക്കാം ഞാൻ ലീവിന് വരുമ്പോൾ. അങ്ങനെയാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്, പോകുന്നത്. ഇതോടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മമ്മി ബൈ.